എട്ടാം ദിവസവും കിടക്കുന്ന ഒരു കാത്തിരിപ്പിലേക്കുള്ള വാർത്ത തന്നെയാണ് ആദ്യം. കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ എട്ടാം ദിവസത്തിലേക്ക്. കരയിൽ സിഗ്നൽ ലഭിച്ച ഇടങ്ങളിൽ ലോറി കണ്ടെത്താനാകാത്തതോടെ ഗംഗാവലി പുഴയിലായിരിക്കും ഇന്നത്തെ തെരച്ചിൽ. ഇന്നലെ നടത്തിയ തെരച്ചിലിൽ പുഴയിൽ 40 മീറ്റർ മാറി സിഗ്നൽ കണ്ടെത്തിയിരുന്നു. നാവികസേനയ്ക്കും NDRFനുമൊപ്പം കരസേനയും പുഴയിലെ പരിശോധനയിൽ ചേരും. ഡ്രഡ്ജർ ഉൾപ്പെടെയുള്ള കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കിയാകും രക്ഷാപ്രവർത്തനം. നാവികസേനയുടെ കൂടുതൽ മുങ്ങൽ വിദഗ്ധരും ദൌത്യത്തിൽ പങ്കാളിയാകും. അതേസമയം സമാന്തരമായി പുഴയോരത്ത് മണ്ണ് നീക്കം ചെയ്തും പരിശോധന തുടരും. വിശദാംശങ്ങളുമായി ശിരൂരിൽ നിന്ന് ചേരുന്നത് അരുൺ പാറയ്ക്കലാണ്. അരുൺ, കഴിഞ്ഞ ദിവസത്തെ തെരച്ചിലും വിഫലമായി. ഇന്നിപ്പോൾ കൂടുതലായും പുഴ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനു മുമ്പായി ഡ്രെഡ്ജിംഗ് നടത്തേണ്ട ആവശ്യമുണ്ട്, കൂടുതൽ എക്സ്കവേറ്ററുകൾ എത്തിക്കേണ്ട ആവശ്യമുണ്ട്. ഇന്നത്തെ ഒരു തെരച്ചിൽ ഏത് രീതിയിലായിരിക്കും? ക്രിസ്റ്റീന, ഇന്ന് 6:30യോടുകൂടി തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. പക്ഷേ ഈ പുഴ കേന്ദ്രീകരിച്ചായിരിക്കും, ഗംഗാവലി പുഴ കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാനമായും ഈ തെരച്ചിൽ ഇന്നുണ്ടാവുക. ഇന്ത്യൻ ആർമിയും അതുപോലെ തന്നെ നാവികസേനയും ഇതിനെ സംയുക്തമായി ഈ തെരച്ചിലിന് നേതൃത്വം നൽകും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ നാവികസേന ഈ പുഴ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. അവിടെ ഈ ലോഹത്തിന്റെ സാന്നിധ്യം ഈ പുഴയിൽ എവിടെയും തന്നെ ഇതുവരെ ഈ നാവികസേനയ്ക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ തെരച്ചിൽ ഇന്ന് പൂർണ്ണമായും, അതായത് ആധുനിക സംവിധാനങ്ങളോട് കൂടിയായിരിക്കും ഈ തെരച്ചിൽ ആരംഭിക്കുക എന്നാണ് ഇന്ന് അറിയിച്ചത്. കരയിലെ തെരച്ചിൽ ഇന്നിപ്പോൾ ഭാഗികമായി നിർത്തി, പൂർണ്ണമായും നിർത്തിയിട്ടില്ല. കാരണം ഇനിയും മണ്ണെടുക്കണം എന്നൊക്കെ ഈ മലയാളികളായ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ ഇനിയും മണ്ണെടുക്കണമെന്ന ആവശ്യമൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യം ജില്ലാ ഭരണകൂടം ഇന്നും അംഗീകരിക്കാനാണ് സാധ്യത. പൂർണ്ണമായും കരയിലെ ഒരു തെരച്ചിൽ ഇന്ന് നിർത്തില്ല. പക്ഷേ ഇന്ത്യൻ ആർമിയും ഈ നാവികസേനയ്ക്കൊപ്പം ഇന്ന് പുഴ കേന്ദ്രീകരിച്ചായിരിക്കും തെരച്ചിൽ നടത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 6:30യോടുകൂടി ഈ തെരച്ചിൽ ആരംഭിക്കും. ഇതിലൊരു പ്രതികൂല കാലാവസ്ഥയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മഴ ഇപ്പോഴും ശക്തമായി തന്നെ പെയ്യുകയാണ്. അതുപോലെ തന്നെ ശക്തമായ കാറ്റുമുണ്ട്. കർണാടക ഉൾവനത്തിലൊക്കെ നല്ല മഴ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഈ പുഴയിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. അടിയൊഴുക്ക് വർദ്ധിക്കുന്നു. ഒപ്പം കലങ്ങിമറിഞ്ഞ വെള്ളമാണ് പോകുന്നത്. ഇതൊക്കെ വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിക്ക് കാരണമാവുന്നുണ്ട്. എന്തായാലും ഈ തെരച്ചിൽ ഇപ്പോൾ 6:30യോടുകൂടി ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. NDRFന്റെയും ഇന്ത്യൻ ആർമിയുടെയും നാവികസേനയുടെയും ഒക്കെ സംഘങ്ങൾ 6:15 ഇവിടേക്ക് എത്തുമെന്നാണ് അറിയിച്ചത്. ഇതുവരെയും അവർ ഇവിടെ എത്തിയിട്ടില്ല. ഒരുപക്ഷെ ഈ മോശമായ കാലാവസ്ഥയായിരിക്കാം, ഇരുട്ട് മൂടിയൊരു അന്തരീക്ഷമായിരിക്കാം, വെളിച്ചക്കുറവുണ്ട്. അതൊക്കെ ഈ തെരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്തരത്തിലുള്ള ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. 6:30 തെരച്ചിൽ ആരംഭിക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചാലും തെരച്ചിൽ തുടങ്ങാൻ 7 മണി 7:30 പോകുന്ന ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സംഭവിച്ചതാണ്. അപ്പോൾ ഇന്ന് ഈ രാവിലെ തന്നെ ഈ പ്രതികൂലമായ കാലാവസ്ഥയുണ്ട്, ശക്തമായ മഴയുണ്ട്, കാറ്റുണ്ട്. ഈ നദിയിലെ വെള്ളം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു പ്രശ്നമായി തന്നെ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നു. ഒപ്പം ആധുനികമായ യന്ത്രങ്ങൾ എത്തിക്കണം. ആ യന്ത്രങ്ങൾ ഒരു 10 മണിയോടുകൂടി തന്നെ ഇവിടേക്ക് ഷിരൂരിലേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ആദ്യം നടത്തും. ഏതെങ്കിലും രീതിയിൽ നദിയിലെ മണ്ണിനടിയിൽ വാഹനത്തിന്റെ സാന്നിധ്യം കണ്ടെത്തുകയാണെങ്കിൽ, ലോഹ സാന്നിധ്യം കണ്ടെത്തുകയാണെങ്കിൽ അവിടെ ഡ്രിഡ്ജ് ചെയ്ത് പരിശോധിക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. എന്നാൽ ഈ പുഴയിലേക്ക്, അതായത് ഈ മണ്ണിടിഞ്ഞ് ശിരൂരിലെ ആ കുന്നിടിഞ്ഞ് ഗംഗാവലി പുഴയിലേക്ക് വീണ ആ പ്രദേശം അത് പ്രധാനപ്പെട്ടതാണ്. ആ പ്രദേശത്ത് ഏകദേശം 1/2 കിലോമീറ്ററോളം മണ്ണ് ഈ പുഴയിൽ അടിഞ്ഞുകൂടിയ ഒരു സ്ഥിതിയാണുള്ളത്. അത് പുഴ നല്ല ആഴമുള്ള പുഴയാണ്. ആ വെള്ളത്തിന് മുകളിലേക്ക് വരെ ഈ മണ്ണ് എത്തി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും തെരച്ചിൽ ഇന്ന് ആരംഭിക്കുമ്പോൾ അത് എത്രത്തോളം ദുഷ്കരമാണെന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. പക്ഷേ ഇന്ത്യൻ ആർമിയുടെ ഒരു സഹായത്തോടു കൂടിയായിരിക്കും ഇന്നത്തെ തെരച്ചിൽ. ഇന്ത്യൻ ആർമി ഇന്നത്തെ തെരച്ചിലിന് നേതൃത്വം നൽകും. ഈ പുഴയിലെ തെരച്ചിലിന് കൂടുതൽ ആധുനിക യന്ത്രങ്ങൾ എത്തിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ക്രിസ്റ്റീന. അരുൺ, അതേപോലെ തന്നെ ഈ പുഴയിൽ ഒരു 40 മീറ്റർ മാറി ഒരു സിഗ്നൽ ലഭിച്ചു എന്ന വാർത്ത നമുക്ക് ലഭിക്കുന്നുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം നിർണായകമാണ്, എത്രത്തോളം പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്?
ക്രിസ്റ്റീന, കരയിലെ ലോഹ സാന്നിധ്യം ഇതുവരെയും കരയിൽ ഈ വാഹനത്തിന്റെ സാന്നിധ്യം ഇതുവരെയും കണ്ടെത്താൻ സാധിക്കാത്തത് ഈ പ്രതീക്ഷകൾക്കൊക്കെ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. ഇനി പുഴയിൽ ഏതെങ്കിലും രീതിയിൽ ഈ വാഹനം കണ്ടെത്താൻ കഴിയുമോ എന്നൊരു സാധ്യതകളാണ് പരിശോധിക്കുന്നത്. നേരത്തെ തന്നെ കർണാടക സർക്കാരും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും ഒക്കെ ഈ പുഴയിലേക്ക് വാഹനം വീണു, നദിയിലേക്ക് വാഹനം വീണു എന്ന തരത്തിലുള്ള പ്രചരണം നടത്തിയിരുന്നു. അവർ അക്കാര്യങ്ങളാണ് ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ വ്യക്തമാക്കിയത്. നദി കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തണമെന്നായിരുന്നു ഈ കർണാടക ജില്ലാ ഭരണകൂടത്തിൻ്റെയൊക്കെ ഈ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിൻ്റെയൊക്കെ ആവശ്യം. പക്ഷേ മലയാളികളായ രക്ഷാപ്രവർത്തകർ അതുപോലെ തന്നെ ഈ കുടുംബം, ലോറി ഉടമ ഇവർ GPS-ഉം അതുപോലെ GPS കണ്ടെത്തിയതും അതുപോലെ തന്നെ ഈ ഒരു മൊബൈൽ ഫോൺ സാന്നിധ്യം കണ്ടെത്തിയതുമൊക്കെ വെച്ചാണ് അവരുടെ ഒരു നിർദ്ദേശപ്രകാരം, അവരുടെ ആവശ്യപ്രകാരമൊക്കെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ കര കേന്ദ്രീകരിച്ച് മണ്ണെടുപ്പ് തുടങ്ങിയത്. പക്ഷേ ഇതുവരെയും ഈ കരയിൽ നിന്ന് ഈ വാഹനം കണ്ടെത്താൻ സാധിച്ചില്ല എന്നത് ദുഃഖകരമായ കാര്യമാണ്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സംഭവമായിരുന്നു കരയിൽ നിന്ന് വാഹനം കണ്ടെത്തുക, അർജുനെ ജീവനോടെ പുറത്തെത്തിക്കുക, മണ്ണിനടിയിൽ നിന്ന് പുറത്തെത്തിക്കുക എന്നുള്ളത്. ഇനി കരയിൽ തെരച്ചിൽ ചില ഭാഗങ്ങളിൽ നടത്താനുണ്ട്. അത് നടത്താനുള്ളത് ഈ ഒരു കർവാണ്, റാ ഷേപ്പിലുള്ള കർവാണ് ഈ പ്രദേശം. ആ ഉൾഭാഗത്തേക്ക്, അതായത് ആ മലയുടെ ഉൾഭാഗത്തേക്ക് ചേർന്ന് നിൽക്കുന്ന സമാന്തര പാതയിൽ ഇനിയും മണ്ണെടുക്കാനുണ്ട്. അവിടെ പാറയൊക്കെ അടിഞ്ഞുകൂടി കിടപ്പുണ്ട്. ആ പാറകളൊക്കെ വലിയ പാറക്കല്ലുകളൊക്കെ പൊട്ടിച്ചതിന് ശേഷം മാത്രമേ അത്തരത്തിലുള്ള ഒരു തെരച്ചിൽ പ്രായോഗികമായി നടപ്പിലാക്കാൻ സാധിക്കൂ. അത് ഏറെ വിഷമകരമായ ഒരു ഘട്ടത്തിലൂടെയായിരിക്കും കടന്നു പോകുന്നത്. കാരണം ഈ പാറ പൊട്ടിച്ച് അവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്യുമ്പോൾ മലയ്ക്ക് മുകളിൽ നിന്ന് വീണ്ടും മണ്ണ് താഴേക്ക് വീഴാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ മണ്ണ് വീണ് കഴിഞ്ഞാൽ അത് വലിയൊരു അപകടത്തിലേക്കായിരിക്കും പോവുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ്ടും ഒരു മണ്ണിടിച്ചിലുണ്ടാവും. ഒരുപക്ഷെ ഈ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന രക്ഷാപ്രവർത്തകരൊക്കെ ഈ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതകളൊക്കെ മുൻകൂട്ടി കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ആ പ്രദേശത്തെ മണ്ണെടുക്കാൻ ഇപ്പോഴും ഒരു ഭയപ്പെട്ട് നിൽക്കുന്നത്. അതിനെ കൂടുതൽ സംവിധാനങ്ങൾ, ആധുനിക സംവിധാനങ്ങളൊക്കെ കൊണ്ടുവരണം, ആധുനിക യന്ത്രങ്ങൾ കൊണ്ടുവരണം. അതിനുശേഷം മാത്രമായിരിക്കും ആ മലയോട് ചേർന്നിരിക്കുന്ന ആ ഒരു റാ ഷേപ്പ് ഈ കർവിലെ മണ്ണെടുക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ആ പ്രദേശത്തെ മണ്ണെടുക്കാനുള്ള നീക്കവും ഇന്നിപ്പോൾ ഇന്ത്യൻ ആർമി നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ പുഴയിലെ തിരച്ചിൽ, പുഴയിൽ നിന്ന് വാഹനത്തിന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുമോ എന്നത് ഇപ്പോഴും സംശയമായി തന്നെ നിൽക്കുകയാണ്. ഒന്ന്, ഈ മണ്ണ് 25 അടിയോളം താഴ്ചയിലുള്ള ആ പുഴയെ ഈ മണ്ണ് പൂർണ്ണമായും മൂടി, അതായത് ആ ഭാഗത്ത് പൂർണ്ണമായും മൂടിയിട്ടുണ്ട്. പിന്നെ ഈ വാഹനം ഒലിച്ചു പോകാനുള്ള സാധ്യതകളൊക്കെ തന്നെ ജില്ലാ ഭരണകൂടം പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ ഒലിച്ചു പോവുകയാണെങ്കിൽ ഈ വാഹനത്തിൽ ഭാരം കയറ്റിയ ആ തടികൾ ഈ വെള്ളത്തിൽ ഒലിച്ചു പോകാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു സാന്നിധ്യമൊന്നും, ഈ തടികളുടെ ഒരു സാന്നിധ്യമൊന്നും തന്നെ എവിടെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കർണാടക ഉൾക്കാട്ടിൽ നിന്ന് ഈ പുഴയിലേക്ക് വെള്ളം വരുന്ന സമയത്ത് പല ഭാഗങ്ങളിലും കൂട്ടിയിട്ട തടികളൊക്കെ ഇങ്ങനെ വെള്ളത്തിലൂടെ ഒലിച്ചു വരുന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ വാഹനത്തിൽ നിന്ന് അർജുൻ ഉപയോഗിച്ച വാഹനം പുഴയിലേക്ക് വീണിട്ടുണ്ടെങ്കിൽ, പുഴയിലേക്ക് ഏതെങ്കിലും രീതിയിൽ മറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലുള്ള തടികൾ ഈ പുഴയിലൂടെ ഒലിച്ചു പോകാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അടിയാനോ ഉള്ള സാധ്യതകളൊക്കെ മുന്നിൽ കാണുന്നുണ്ട്. പക്ഷേ അതൊന്നും ഇതുവരെ സംഭവിക്കാത്തതിനാൽ കരയിൽ തന്നെയാണ് ഈ വാഹനമുള്ളതെന്ന് ഇപ്പോഴും മലയാളികളായ രക്ഷാപ്രവർത്തകരൊക്കെ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ പുഴ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലാണ് ഇന്നിപ്പോൾ കൂടുതൽ നേതൃത്വം നൽകുക. പുഴ കേന്ദ്രീകരിച്ചായിരിക്കും ഈ തെരച്ചിൽ നടത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്രിസ്റ്റീന. അരുൺ, അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഫെറസ് ലൊക്കേറ്റർ, അതേപോലെ തന്നെ ഡീപ് മൈൻ സെർച്ച് ഒക്കെ ഉപയോഗിച്ചായിരുന്നല്ലോ തെരച്ചിൽ നടത്തിയിരുന്നത്. ആ ഉപകരണങ്ങളുടെയൊക്കെ സഹായത്തോടെയാണ്. അതുപോലെ തന്നെ ഇന്ന് നാവികസേനയുടെ കൂടുതൽ ഡൈവേഴ്സും അവിടെ എത്തും എന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് ഏത് തരത്തിലുള്ള ഉപകരണങ്ങളായിരിക്കും, കൂടുതൽ റഡാറുകൾ എത്തിക്കും എന്ന വാർത്ത വരുന്നുണ്ട്. തെരച്ചിലിൽ ഉപയോഗിച്ചേക്കാവുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? അത് എത്രത്തോളം ഇന്നത്തെ തെരച്ചിലിനെ, ഈ പുഴയിലെ തെരച്ചിലിനെ സഹായിക്കും? ക്രിസ്റ്റീന, ഇന്ന് പ്രധാനമായും ഈ റഡാർ സംവിധാനങ്ങൾ, ഈ ആഴത്തിലുള്ള മണ്ണിനടിയിൽ നിന്ന് ഈ ലോഹ സാന്നിധ്യം, വാഹനത്തിന്റെ സാന്നിധ്യമൊക്കെ കണ്ടെത്താൻ സാധിക്കുന്ന ആധുനിക യന്ത്രങ്ങൾ, ഈ റഡാർ സംവിധാനങ്ങളാണ് ഇന്ന് കൂടുതലായി എത്തിക്കുക. കൂടുതൽ ആഴത്തിലാണെങ്കിൽ, അതായത് ഈ മണ്ണിന് അടിയിൽ ഈ ലോറി കൂടുതൽ ആഴത്തിലായി കിടപ്പുണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ സാന്നിധ്യം കണ്ടെത്താൻ ഉതകുന്ന
കൂടുതൽ ആധുനിക യന്ത്രങ്ങളായിരിക്കും ഇന്ന് എത്തിക്കുക, കൂടുതൽ റഡാർ സംവിധാനങ്ങൾ എത്തിക്കും. ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ നാവികസേന ഈ മണ്ണിടിഞ്ഞ പ്രദേശത്ത് ഒരു 1 കിലോമീറ്ററോളം ദൂരം മാത്രമാണ് ഈ നദിയിലൂടെ പരിശോധന നടത്തിയത്. ഇന്നലെ അതൊരു 2.5 കിലോമീറ്ററിലേക്കൊക്കെ നീണ്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ പുഴയിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഈ സ്കൂബ ടീമും ഇന്ത്യൻ ആർമിയും ഒക്കെ പരിശോധന നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ വാഹനം നദിയിലേക്ക് അത് വീണിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. അങ്ങനെ വീഴാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ആ വാഹനം ഒലിച്ചു പോയിട്ടുണ്ടാവാം, ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടായിരിക്കാം എന്നൊക്കെ കരുതുന്നുണ്ട്. ഈ തടികൾ ചിലപ്പോൾ ആ തടി ഈ മണ്ണിനടിയിൽ തന്നെ പെട്ടുപോയിട്ടുണ്ടാവാം എന്നുള്ള സാധ്യതകളൊക്കെയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. എന്തായാലും അതിനനുസരിച്ചുള്ള പരിശോധനകളായിരിക്കും ഇന്ന് നടത്തുക. അത് വിഷമകരമായ ഒരു കാര്യമായിരിക്കും, പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഈ മണ്ണ് അടിഞ്ഞുകൂടിയതാണ്. ഒപ്പം ഈ പുഴ ഇപ്പോഴും കലങ്ങി മറിഞ്ഞാണ് പോകുന്നത്. പുഴയിൽ നീരൊഴുക്ക്, അടിയൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പുഴയിൽ തെരച്ചിൽ നടത്തുക എന്നത് അപകടകരമായ ഒരു സന്ദർഭമാണ്. എന്നാൽ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് എങ്ങനെ ഈ അർജുനെ കണ്ടെത്താം, അർജുന്റെ വാഹനം കണ്ടെത്താം എന്ന് തന്നെയാണ് ഇന്നിപ്പോൾ ഇന്ത്യൻ ആർമിയും അതുപോലെ തന്നെ നാവികസേനയും നോക്കുക. സംയുക്തമായ തെരച്ചിലായിരിക്കും. ഇന്ന് ഇത് 8ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്നെങ്കിലും അർജുനെ കണ്ടെത്താൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസമാണ് ഏവർക്കുമുള്ളത്. ഈ ഇന്ത്യൻ ആർമി എത്തിയതോടുകൂടി അർജുനെ കണ്ടെത്താമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ കരുതിയത്. പക്ഷേ ഇന്നെങ്കിലും അർജുനെ കണ്ടെത്താമെന്നൊരു വിശ്വാസത്തിലാണ് ഇന്ത്യൻ ആർമി ഉള്ളത്. ക്രിസ്റ്റീന. അരുൺ, അതേപോലെ തന്നെ ഇന്ത്യൻ സൈന്യം അവിടെയുണ്ട്, നാവികസേനയുടെ വിഭാഗമുണ്ട്, NDRF സംഘമുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം തെരച്ചിൽ നടത്താൻ ചില മലയാളികൾക്ക് ഒരു അനുമതി നൽകിയിരുന്നല്ലോ. സമാന്തരമായ ആ തെരച്ചിലും തുടരുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഈ ലോറി ഉടമ മനാഫ് അടക്കമുള്ളവർ പറഞ്ഞത് അവിടെ കുറച്ച് വെളിച്ചം ലഭിച്ചിരുന്നെങ്കിൽ രാത്രി കൂടി തെരച്ചിൽ തങ്ങൾക്ക് തുടരാമായിരുന്നുവെന്നാണ്. ക്രിസ്റ്റീന, ഈ രാത്രി കാലങ്ങളിലെ തെരച്ചിൽ അത്രത്തോളം പ്രായോഗികമല്ല. ആ പ്രദേശത്തെ അപകട സാധ്യത ഒരുപാടുള്ള ഒരു പ്രദേശമാണ്. ഒരുപക്ഷെ ഈ രാത്രി സമയത്ത് പരിശോധന നടത്തുകയാണെങ്കിൽ ഒന്ന് വെളിച്ചക്കുറവുണ്ട്. കർണാടക സർക്കാർ ആവശ്യത്തിന് വെളിച്ചം അവിടെ ഏർപ്പെടുത്തിയിട്ടില്ല. മറ്റൊന്ന് ഈ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള പ്രദേശമാണ്. ആ ഭാഗത്ത് 1 കിലോമീറ്ററോളം ദൂരം ഇങ്ങനെ ഈ കുന്ന് നനഞ്ഞു കിടപ്പുണ്ട്. ഏത് സമയത്തും എന്തും സംഭവിക്കാമെന്നൊരു കാര്യമാണ് അവിടെ നമുക്ക് മനസ്സിലാവുന്നത്. അത്രത്തോളം അപകടം നിറഞ്ഞ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ മണ്ണിടിച്ചിലിന് സാധ്യത കൂടുതലാണ്. ഈ രാത്രി സമയങ്ങളിൽ ഈ തെരച്ചിൽ നടത്തുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ മണ്ണിടിയുകയോ അല്ലെങ്കിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ദൗത്യ സംഘത്തിന് അപകടം പറ്റുകയോ ചെയ്യുമോ എന്നൊരു ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് ഈ രാത്രി സമയങ്ങളിൽ തെരച്ചിൽ നടത്താത്തത്. എന്തായാലും മലയാളികളായ രക്ഷാപ്രവർത്തകരൊക്കെ അക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, രാത്രി കൂടി തെരച്ചിൽ തുടരണമെന്നത്. പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥയുണ്ട് ക്രിസ്റ്റീന. ഏത് സമയത്തും ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ ഇടവിട്ട്, അതായത് പകൽ സമയങ്ങളിൽ ആകാശത്തിന് ചെറിയ തെളിച്ചമുണ്ടെങ്കിലും മഴ ഇടവിട്ട് അതിശക്തമായി പെയ്തുകൊണ്ടിരിക്കുന്നു. ശക്തമായ കാറ്റുണ്ട്. ഈ പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വേണം ഈ തെരച്ചിൽ തുടരാൻ എന്നുള്ളതാണ്. എന്തായാലും ആധുനികമായ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഇന്നിപ്പോൾ പുഴയിലെ തിരച്ചിൽ നടത്തുക. പുഴയായിരിക്കും പ്രധാനമായ ശ്രദ്ധാകേന്ദ്രം. പുഴയിൽ ഏതെങ്കിലും രീതിയിൽ ലോഹ സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കും, അല്ലെങ്കിൽ ഈ വാഹനത്തിന്റെ സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കുമെന്നൊരു ഉറച്ച വിശ്വാസം തന്നെയാണ് ഈ ദൗത്യ സംഘത്തിനുള്ളത്. ഒപ്പം ഇന്നലെ കരയിലൊക്കെ പല ഭാഗത്തും ഈ മണ്ണ് നീക്കി പരിശോധിച്ചപ്പോഴൊക്കെ ലോഹ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ലോഹ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. പക്ഷെ അത് ഈ പാറകളിലെ അയൺ കണ്ടന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ എത്രത്തോളം അത് നമുക്ക് പ്രായോഗികമായി കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളത് ഒരു പ്രധാന പ്രശ്നമായി നിൽക്കുന്നു. മണ്ണ് അത്രത്തോളം അടിയിലാണ് ഈ വാഹനം ഒരുപക്ഷെ ഉണ്ടാവുക, അല്ലെങ്കിൽ ഈ നദിയിലൂടെ കാണാതായ അർജുനായുള്ള തെരച്ചിൽ 8ാം ദിവസത്തിലേക്ക് ഇന്ന് പുഴ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലായിരിക്കും നടക്കുന്നത്. സൈന്യം, നാവികസേനയുടെ വിഭാഗങ്ങൾ, അതേപോലെ തന്നെ NDRF സംഘം എന്നിവർ സംയുക്തമായ പരിശോധനയാണ്. വിവിധ റഡാറുകൾ അടക്കമുള്ള ആധുനിക ഉപകരണങ്ങൾ എത്തിച്ചുള്ള പരിശോധനയിലേക്കാണ് ഇന്ന് പോകുന്നത്.